യഹൂദനെന്നോ യവനനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും പാപത്തിന്റെ കീഴിലാണ് എന്നുള്ള വിഷയം ദൈവത്തിന്റെ വചനം എങ്ങനെ തെളിയിക്കുന്നു? അത് പൗലോസ്ലീഹ പഴയ നിയമ തിരുവെഴുത്തുകളെ ആധാരമാക്കി പാപമെന്ന് പറഞ്ഞാൽ എന്താണെന്നും പാപം എങ്ങനെയെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതും നമ്മൾ ആദ്യമേ കണ്ടു. ഇന്നസെൻസ്, സിൻ ഇസ് അൺഗോഡ്ലിനെസ്, അഭക്തിയാണ് പാപമെന്നുള്ളത് നമ്മൾ കണ്ടു. നമ്മളത് വിശദീകരിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ ആ വേദഭാഗം വിശേഷിച്ച് റോമർ 3:9 മുതൽ 18 വരെയുള്ളതാകുന്ന ആ വേദഭാഗത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിച്ചു. നമ്മുടെ ആ ഹ്യൂമൻനെസ്സിനെ, മനുഷ്യത്വത്തെ മുഴുവനും പാപം ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അലങ്കാരികമായിട്ട്, അല്ലെങ്കിൽ അത് നമ്മളെ ഒന്ന് ഗ്രഹിപ്പിക്കാനായിട്ട് ഒരു മനോഹരമാകുന്ന വേർഡ് പിക്ചർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഒരു ഭാഷാ ചിത്രം അത് നമ്മൾ കണ്ടു. മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ച് പറഞ്ഞു, തൊണ്ടയെക്കുറിച്ച് പറഞ്ഞു, കൈയെക്കുറിച്ച് പറഞ്ഞു, കാലിനെ കുറിച്ച് പറഞ്ഞു. അവരുടെ കണ്ണിൽ ദൈവഭയം ഇല്ലെന്ന് പറഞ്ഞു. അവരുടെ കാല് രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുന്നതിൽ കൂടെ how sin affects every faculty of our humanness, നമ്മുടെ മനുഷ്യത്വത്തിന്റെ എല്ലാ തലങ്ങളെയും പാപം ഗ്രസിക്കുന്നു എന്നത് പഴയ നിയമ തിരുവെഴുത്തുകളെ ആധാരമാക്കി പൗലോസ്ലീഹ അവിടെ തെളിയിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു the universality of sin, പാപത്തിന്റെ സാർവത്രികത എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസവുമില്ല, ആരുമില്ല, ഒരുത്തനും ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, ഒരു നീതിമാനുമില്ല എന്ന് പറഞ്ഞ് സാർവത്രികമായിട്ട് യൂണിവേഴ്സലി എവ്രി പേഴ്സൺ born on this planet earth is under the weight and the tyranny of sin. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. അതായത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, മനസ്സും, വികാരങ്ങളും, നമ്മുടെ ഇച്ഛാശക്തിയും, ഇതിനെല്ലാം പാപം ബാധിച്ചിരിക്കുന്നു. എല്ലാവരെയും പാപം ബാധിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം അടുത്ത വാക്യങ്ങൾ ഞാനത് പെട്ടെന്ന് പറഞ്ഞുപോയി. 19ഉം 20ഉം വാക്യങ്ങളിൽ പിന്നെയും പൗലോസ് യഹൂദന്മാരോട് തിരിഞ്ഞ് ആ കാര്യം ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ്. അതായത് മുകളിൽ പറഞ്ഞേക്കുന്ന വാക്യങ്ങളെല്ലാം ചേർത്ത് പറയുമ്പോൾ യഹൂദന്മാരായിട്ടുള്ളവർ ചിന്തിക്കും, അത് നിശ്ചയമായിട്ട് ഞങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, പിന്നെ ജാതികളെക്കുറിച്ചായിരിക്കുമെന്ന് പറയാൻ സാധ്യതയുണ്ട്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പൗലോസ്ലീഹായി കൂടെ പറയുന്നത് അങ്ങനെയല്ല. ന്യായപ്രമാണം പറയുന്നതെല്ലാം ആരോടാ പറയുന്നത്? ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരോട് എന്ന് പറഞ്ഞാൽ യഹൂദന്റെ നേരെ വിരൽ ചൂണ്ടി പറയുക, ഈ മുകളിൽ പറഞ്ഞതൊന്നും ജാതികളെ കുറിച്ചല്ല പറഞ്ഞത്, പിന്നെയോ യഹൂദനെ കുറിച്ചാ പറഞ്ഞ. കാരണം ന്യായപ്രമാണം പറയുന്നതെല്ലാം ആരോടാ? ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരോടാ. അപ്പം നീയും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് നിസ്സംശയം അവനെ ബോധിപ്പിക്കാനായിട്ട് ആ വാക്കുകൾ താൻ ഉപയോഗിച്ചിരിക്കുന്നു. സ്തോത്രം. പിന്നെ പറഞ്ഞു, ന്യായപ്രമാണത്താല് നീതീകരിക്കപ്പെടത്തില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും ദൈവസന്നിധാനത്തിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ ന്യായപ്രമാണം. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വിശദമായിട്ട് നമ്മൾ ചിന്തിക്കാം. ന്യായപ്രമാണത്തിന്റെ സ്ഥാനം എന്താണെന്നുള്ളത് വിശ്വാസികളോട്, വിശേഷിച്ച് റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കും. അപ്പോൾ അതുവരെ ആ കാര്യങ്ങൾ, ബാക്കി വിഷയങ്ങൾ നമ്മൾ മുൻപോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. 21 മുതൽ ഉള്ളതാകുന്ന വേദഭാഗങ്ങൾ ദൈവം അനുവദിച്ചാൽ നമ്മൾ അതിൻ്റെ 26 വരെയുള്ളതാകുന്ന വേദഭാഗങ്ങൾ നമ്മൾ അന്ന് പഠിക്കാനായിട്ട് ഇന്ന് ആരംഭിക്കുകയാണ്. ആ പാസേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടൈറ്റ്ലി പാക്ഡ് വേഴ്സസ്. വളരെ ഒരുപാട് ആഴമാകുന്ന, അടിസ്ഥാനപരമാകുന്ന, ആഴമെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അടിസ്ഥാനപരമാകുന്ന വിഷയങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശിനെ കുറിച്ചും
കാൽവറി യാഗത്തെക്കുറിച്ചുമുള്ള നമ്മുടെ അബദ്ധ ധാരണകൾ യാതൊരു സംശയവുമില്ലാതെ നീക്കുന്ന വളരെ വ്യക്തവും കൃത്യതയുള്ളതുമാകുന്ന വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കുള്ളതാകുന്ന ആ കോമൺ കൺസെപ്റ്റ് ഒക്കെ ഒന്ന് മാറിയിട്ട് ക്രൂശ് എന്തിനാണെന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കുകയാണ്. സ്തോത്രം. ആ വിഷയം നമ്മൾ എംഫസൈസ് ചെയ്യും. കാരണം the cross of Christ is the centerpiece of everything. Every other thing stands or falls upon this foundation. ഈ ഒരു ഫൗണ്ടേഷനിലാണ് ബാക്കിയുള്ള സകല നമ്മുടെ വിശ്വാസവും ഒന്നി നിൽക്കുകയോ അല്ലെങ്കിൽ വീണുപോകുകയോ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് വളരെ അടിസ്ഥാനമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു ആഴമായെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഒത്തിരി സത്യമൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. വളരെ പ്ലെയിനായിരിക്കുന്ന സത്യം. ഇറ്റ് ഈസ് there for anybody who will just open his or her eyes to see and listen. ആ കണ്ണു തുറന്ന് ഒന്ന് കാണാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിനാഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ ലളിതമാകുന്ന സത്യങ്ങൾ, എന്നാൽ അടിസ്ഥാനപരമാകുന്ന സത്യങ്ങൾ, അതാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആരംഭിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വളരെ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളൊക്കെ നമ്മൾ ആ ഭാഗത്ത് നിന്ന് ചിന്തിക്കും. നമ്മൾ ഇന്ന് അതൊന്ന് തുടങ്ങാൻ പോവുകയാണ്. സ്തോത്രം. ഈ 1-2 ക്ലാസ്സുകൾ അതിനുവേണ്ടി മാത്രം നമ്മൾ വേർതിരിക്കുന്നതായിരിക്കും. ഇത് ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയാൻ സമയമെടുക്കുകയില്ല. കഴിവതും ദൈവവചനത്തിൽ നിന്ന് തന്നെ അത് നിങ്ങൾക്ക് അത് തെളിയിച്ചു തരാനായിട്ട് ഞാൻ പരിശ്രമിക്കും, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഒപ്പം വളരെ, എനിക്കറിയാം നിങ്ങൾ വളരെ താല്പര്യമുള്ളവർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. എങ്കിലും ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിലും ജഡം ബലഹീനമാണെന്ന് എനിക്കറിയാം. പകൽ വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസകരമാകുന്ന ഒരുപക്ഷെ ടെൻഷനുള്ള ജോലിയൊക്കെ ചെയ്തേച്ചു വന്ന് നിങ്ങൾ അല്പം ക്ഷീണമൊക്കെ തോന്നും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമാകുന്ന സത്യങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് കയറാതിരിക്കാൻ പിശാച് ആകുന്നത് ചെയ്യും. അതുകൊണ്ട് നിങ്ങളൊന്ന് ഒരു ഉഷാറായിട്ട് ദൈവസന്നിധാനത്തിൽ ഒന്ന് ആയിരിക്കാൻ ഞാൻ ആവശ്യപ്പെടുക. കാരണം എൻ്റെ പ്രിയരെ, ഇത് അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനം ശരിയായില്ലെന്നുണ്ട് നിത്യതയിൽ ചെന്നെത്തുമെന്നൊന്നും ആരും ചിന്തിക്കരുത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മറയപ്പെട്ട ഗുപ്തമായ ചിലർക്ക് മാത്രം വെളിപ്പെട്ടു വന്നേക്കുന്ന വിഷയമൊന്നുമല്ലിത്. ഇത് അടിസ്ഥാനപരമാകുന്ന പ്ലെയിൻ ട്രൂത്ത്സാ. ഇവിടെ നമ്മൾ തെറ്റിയാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട കാര്യം. നമുക്കറിയാം ക്രൂശും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ നമ്മളുടെ അറിവുകൾ പലതും തെറ്റായ അറിവുകളാണ്. തെറ്റായ അറിവുകൾ ഒത്തിരി ദോഷം ചെയ്യും ഗുണത്തെക്കാളും. അതുകൊണ്ട് we must make it very very clear. കർത്താവിന്റെ ക്രൂശ് എന്തിനാണെന്നും കാൽവറി യാഗം എന്തിനാണെന്നും ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് ആയിട്ട് നമുക്ക് പറയാം, ഏറ്റവും മാക്സിമം പറയുന്നത് സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം അത്രയെങ്കിലുമൊക്കെ ഉള്ളത് വളരെ ചുരുക്കമേ ഉള്ളൂ. എന്നാൽ കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നത് എൻ്റെ രോഗം സൗഖ്യമാക്കാനും പിന്നെ എനിക്ക് വിടുതൽ തരാനും പിന്നെ അതല്ലേ രക്തം ജയം, കാൽവറി രക്തം ജയം, ഏത് വിഷയം വന്നാലും അതങ്ങ് പറഞ്ഞോ, വിടുതലുണ്ട് ജയമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ കേട്ടേക്കുന്നത്. നോ, അതല്ല കാൽവറി ക്രൂശ്, അതിനല്ല. എന്തിനാണ് യേശുവിന്റെ ക്രൂശ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റോമാലേഖനത്തിൽ ഈ വേദഭാഗം, ദിസ് ഈസ് ദ very important truth we are going to look at this evening. Let's go to the word of God straight away. ദൈവവചനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. അതിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഉറക്കെ ഒന്ന് വായിക്കാം. 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ.
യെസ്, യെസ്, യെസ്. യെസ്. മതിയാകും. സ്തോത്രം. ഞാൻ പറയുകയുണ്ടായി, യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ദൈവകോപത്തിന്റെ അധീനതയിലാണെന്നുള്ളത് സംശയം കൂടാതെ പൗലോസ് തെളിയിച്ചു കഴിഞ്ഞു. ഒത്തിരി പേരുടെ അഭക്തിയെക്കുറിച്ച് പൗലോസ് പറഞ്ഞു. ചിലരുടെ സ്വയനീതിയെക്കുറിച്ച് പൗലോസ് പറഞ്ഞു. മറ്റു ചിലരുടെ അനീതിയെക്കുറിച്ച് താൻ പറഞ്ഞു. ഇതെല്ലാം വിവരിച്ചു. സ്വയനീതിയെക്കുറിച്ചും അനീതിയെക്കുറിച്ചും അഭക്തിയെക്കുറിച്ചും എല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ഇറ്റ് ഈസ് ഓൾ ടുഗെദർ എ ഹോപ്പ്ലെസ് ആൻഡ് ഗ്രിം സിറ്റുവേഷൻ നൗ. യാതൊരു പ്രതീക്ഷയുമില്ലാതെ, യാതൊരു പ്രത്യാശയുമില്ലാതെ, വളരെ ദൈവകോപത്തിന്റെ കീഴിൽ എല്ലാവരുമായിരിക്കുന്നു എന്ന സത്യം തന്റെ ആ വാക്കുകളിൽ കൂടെ മനോഹരമായിട്ട് താൻ വിവരിച്ചു. ആ ഹോപ്പ്ലെസ് സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞിട്ട്, പ്രത്യാശയില്ലാത്ത ആ പ്രത്യേക സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട്, ഓൾ ഓഫ് എ സഡൻ ഒരു ഫ്രഷ് ആൻഡ് റീജുവനേറ്റിംഗ് റെവലേഷൻ ഓഫ് ഗാഡ്, മനുഷ്യന്റെ അനീതിയെക്കുറിച്ച് പറഞ്ഞിട്ട് ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് താൻ പറഞ്ഞു തുടങ്ങുകയാണ്. മനുഷ്യന്റെ അനീതി നിമിത്തം ദൈവകോപം വരുന്നെന്ന് താൻ പറഞ്ഞേച്ച് ദൈവം ആ മനുഷ്യനെ കോപത്തിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം അവനെ നീതീകരിക്കുന്നെന്ന് താൻ പറഞ്ഞു തുടങ്ങുകയാണ്. അതുമാത്രമല്ല, സകല മനുഷ്യരുടെയും അഭക്തിയെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ദൈവനീതിയെക്കുറിച്ച് പറയുമ്പോൾ പല കാര്യങ്ങൾ താൻ പറയുന്നു. ഒന്ന്, Paul begins by portraying the revelation of God's righteousness in the cross and lays down the foundation of the gospel of justification. യേശു കർത്താവിന്റെ ക്രൂശ് മുഖാന്തരം, അത് മുഖാന്തരം മാത്രമുള്ള നീതീകരണത്തിന്റെ ആ പ്രോസസ്സിനെ കുറിച്ച്, ആ പ്രക്രിയയുടെ അടിസ്ഥാനം താൻ ഇവിടെ ഇടുകയാണ്. ആ സത്യത്തിന്റെ അടിസ്ഥാനം അത് 3-ാം അധ്യായം 1 അതിന്റെ 21 മുതൽ 26 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ വായിച്ച ആ വേദഭാഗം. രണ്ടാമതായിട്ട് അതേ അധ്യായം അതിന്റെ 27 മുതൽ 31 വരെയുള്ളതാകുന്ന വാക്യഭാഗങ്ങളിൽ പൗലോസ് ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തെ യഹൂദ മതത്തിലുള്ളവർ അതിനെതിരെ ഉയർത്തുന്ന അവരുടെ വാദഗതികളെയെല്ലാം താൻ ഖണ്ഡിച്ച് സംസാരിക്കുകയാണ്. In other words, to put it very short, he defends the gospel of justification by faith against Jewish critics. മൂന്നാമതായിട്ട് അതിന്റെ 4-ാമത്തെ അധ്യായം മുഴുവൻ താന് ഈ പറഞ്ഞ സത്യത്തെ ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കുകയാണ്. അതായത് വിശ്വാസത്താലുള്ള നീതീകരണമെന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പഴയ നിയമത്തിൽ നിന്നും
അബ്രഹാമിനെ കുറിച്ചുള്ളതാകുന്ന ആ വിവരണം എടുത്തിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ വളരെ വ്യക്തമായും ഗ്രഹിക്കണം. കാരണം എനിക്കറിയാം, ഈ 4-ാം അധ്യായവും പോലും ഈ പണ്ടാരോ പറഞ്ഞതുപോലെ ക്ഷീരമുള്ള അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. പലർക്കും അറ്റ് ദ മോസ്റ്റ് 4-ാം അധ്യായമൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഇത്രയുമാണ് മനസ്സിലാകുന്നത്. അബ്രഹാം എങ്ങാണ്ട് ഒരു പട്ടിണിപ്പാവം എങ്ങാണ്ട് ഇങ്ങനെ കിടന്നിരുന്നു, തേജോമാനാകുന്നത് അതും പറയത്തില്ല. ദൈവം അവന് പ്രത്യക്ഷനായി, അവനെ വിളിച്ചു, അവനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അവന് സന്തതിയില്ലായിരുന്നു, അവന് സന്തതിയെ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം അവനെ കൊണ്ടുവന്നു, പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുവന്നു, അവനെ അങ്ങ് കണ്ടമാനം അനുഗ്രഹിച്ചു. പിന്നെ അവനൊരു സന്തതിയും കൊടുത്തു. ഇത്ര മാത്രമേ നമ്മിൽ പലർക്കും മനസ്സിലാകത്തുള്ളൂ. എന്നാൽ പൗലോസ് ഇതിനെ അങ്ങനെയല്ല കാണുന്നത്. പൗലോസ് ഈ സംഭവത്തെ പഴയ നിയമ തിരുവഴുത്തിലെ അതീവ പ്രാധാന്യമുള്ള ഈ വിഷയത്തെ എടുത്തിട്ട് കാൽവറി ക്രൂശുമായി ബന്ധപ്പെടുത്തി വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു എന്നത് നമുക്ക് മനസ്സിലാകാൻ ഉദാഹരണമായിട്ട് ഉപയോഗിച്ചേക്കുകയാണ്. പഴയ നിയമം പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ വേണം ദൈവജനം മനസ്സിലാക്കാൻ, കേട്ടോ. ഇന്ന് പഴയ നിയമം പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് പഴയ നിയമം പലപ്പോഴും മനസ്സിലാകുന്നത് നിന്റെ ശത്രുവിനെ മുടിച്ചു കളയും. പിന്നെ അങ്ങനെയുള്ള പാട്ടൊക്കെയല്ലേ നമ്മൾ പാടിയങ്ങ് ആത്മാവിലങ്ങ് സന്തോഷിക്കുന്നേ. വായ്പ മേടിക്കത്തില്ല, ശത്രുവിനെ മുടിക്കും, പിന്നെ എന്ന് വേണ്ട. എന്റെ പ്രിയരെ, അതിനല്ല പഴയ നിയമ തിരുവഴുത്തുകൾ നമ്മുടെ കയ്യിൽ തന്നേക്കുന്നത്. പിന്നെയോ ക്രൂശിനെ പോയിന്റ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഉദാഹരണ സഹിതം പഴയ നിയമം മുഴുവൻ ന്യായപ്രമാണവുമായി ബന്ധപ്പെടുത്തി പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ, ക്രൂശിന്റെ വെളിച്ചത്തിൽ വേണം പഴയ നിയമ തിരുവഴുത്ത് നമ്മൾ മനസ്സിലാക്കാൻ, കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യത്തിനൊന്നും അത് ആത്മാവൊന്നും പാടുന്നതൊന്നുമല്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും വചനത്തെ കോൺട്രഡിക്റ്റ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് കരുതലില്ലാത്തവനാണെന്നോ അല്ലെ ദൈവം നമ്മൾക്ക് വേണ്ടി കരുതുകയില്ലെന്നോ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തെ പിക്ചർ ചെയ്തേക്കുന്നത് അവൻ ദുഷ്ടന്മാരുടെ മേൽ പോലും മഴയും വെയിലും കൊടുക്കുന്നവനാ. അങ്ങനെയാണെങ്കിൽ തൻ്റെ പുത്രന്റെ ചോര കൊടുത്ത് വീണ്ടെടുത്ത ജനത്തിനാവശ്യമുള്ളത് നൽകാൻ കഴിയുന്ന ഒരു പിതാവാണ് സ്വർഗസ്ഥനാകുന്ന നമ്മുടെ ദൈവമെന്ന് അവനെ ആശ്രയിച്ചിട്ട് അവന് പ്രസാദമുള്ളത് എന്തെന്ന് അന്വേഷിച്ചറിഞ്ഞ് നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മൾ ഇവിടെ ജീവിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ നിത്യതയെ ചെന്ന് എത്തുകയില്ല, കേട്ടോ. അതാ പ്രശ്നം, നിത്യതയെ ചെന്ന് എത്തുകയില്ല. അപ്പൊ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ 4-ാമത്തെ അധ്യായം നമ്മളത് പിന്നീട് വിശദമായി ചിന്തിക്കും. അപ്പൊ ഞാൻ ഉദാഹരണമായിട്ട്, അപ്പൊ 4-ാമത്തെ അധ്യായം എന്നുള്ളത് വിശ്വാസത്താലുള്ള നീതീകരണം എന്താണെന്ന് നമുക്കൊന്ന് ഗ്രഹിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അബ്രഹാമിനെ അത് മനസ്സിലാക്കണം. ക്രൂശിനോടുള്ള ബന്ധത്തിൽ അത് പറഞ്ഞേക്കുന്നേ, അല്ലാതെ ക്രൂശ് ഒഴിവാക്കിയിട്ടൊന്നുമല്ല. ക്രൂശിനെ കുറിച്ച് പറഞ്ഞ് വിശ്വാസത്താലുള്ള നീതീകരണം അവിടെ ബന്ധിപ്പിച്ച് ദൈവത്തിന്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് വരുന്ന ആഴ്ചകളിൽ നമ്മൾ തുടർന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. ഇതിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ ആരംഭ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം ദൈവത്തിന്റെ നീതി എന്നുള്ള വാക്കാണ്. ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നീതി. ഈ വാക്ക്
നമ്മൾ 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം പഠിച്ചപ്പോൾ നമ്മൾ അല്പമായി ചിന്തിച്ചതാണ്. ദൈവത്തിന്റെ നീതി ഇപ്പോഴോ സുവിശേഷത്തിൽ വിശ്വാസം മൂലവും, എങ്ങനെയാ? വിശ്വാസത്തിനായും, ഒന്ന് വായിച്ചേ, അതിൽ ദൈവത്തിന്റെ നീതി. അത് ഏതിൽ? സുവിശേഷത്തിൽ. സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും നോക്കുക, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെയും ഒരു പഴയ നിയമ തിരുവഴുത്തെടുത്തിട്ട് ഈ കാര്യം ഞാൻ പറയും. നമ്മൾ പെട്ടെന്ന് നമ്മളത് വിശദീകരിച്ച് എന്നെങ്കിലും ഒന്ന് റീകളക്ട് ചെയ്ത് ഞാൻ പെട്ടെന്ന് പോട്ടെ. ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ നീതി എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നതിന്റെ അർത്ഥവ്യാപ്തി എന്നുള്ളത്, ദൈവത്തിന്റെ സ്വഭാവ സവിശേഷത, ദ വെരി ക്വാളിറ്റി, ദ വെരി ആട്രിബ്യൂട്ട് ഓഫ് ഗാഡ്. നീതിമാനാകുന്ന ദൈവം ഇല്ലേ? സകല ഭൂമിയുടെയും കർത്താവാകുന്ന ആ യഹോവ നീ നീതിമാനാകയില്ലയോ? നീതിമാനാകുന്നത് അവന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ നീ ദ്വേഷിക്കുന്നു. നീതിമാനായ ദൈവം. അപ്പോൾ ദൈവനീതി എന്ന് പറയുമ്പോൾ, അവന്റെ സ്വഭാവ സവിശേഷതയാണ് ദൈവിക നീതി. 2, ദൈവിക നീതി എന്നുള്ളത് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നത് ദൈവം കാൽവറിയിൽ തന്റെ പുത്രനിൽ കൂടെ ചെയ്യുന്നതാകുന്ന ആ സേവിങ് ഇനിഷ്യേറ്റീവിനെ, അല്ലെങ്കിൽ പാപികളായ അനീതിയുള്ള നമ്മെ രക്ഷിപ്പാൻ ദൈവം ഒരുക്കുന്ന ആ പദ്ധതിയെ കുറിച്ച് ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞിട്ടുണ്ട്. 3, ദൈവത്തിന്റെ നീതി എന്നുള്ളത് എ റൈറ്റസ് സ്റ്റാൻഡിങ് ബിഫോർ ഗാഡ്. അതായത് അനീതിയുള്ള അഭക്തരായ പാപികളാകുന്ന നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ദൈവം തന്റെ കൃപാദാനമാകുന്ന നീതി നമുക്ക് നൽകുന്നതിനെ കുറിച്ചും ദൈവനീതി എന്ന കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് തന്നെ എന്ന് പൗലോസ് പറയുന്നു. യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു, അവൻ നമുക്ക് നീതിയാകുന്നു എന്ന്. വേണ്ട ഒത്തിരി വാക്യങ്ങൾ, ഞാൻ ആ ഭാഗം അവിടെ നിൽക്കുന്നില്ല, ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പോൾ അവിടെ ഈ 17-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യം തന്നെ ഈ വേദഭാഗത്ത് ദൈവനീതിയെ കുറിച്ച് പൗലോസ് അല്പമൊന്ന് വിശദമാക്കുകയാണ്. അങ്ങനെ വിശദമാക്കുമ്പോൾ ഇത് ന്യായപ്രമാണം കൂടാതെ ആ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറയുന്നെങ്കിലും അടുത്ത വാക്യത്തിൽ താൻ പറയുന്നത് അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് ഒരു പുതിയ ഇൻവെൻഷൻ ഒന്നുമല്ലായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഉള്ള ഒരു ചിന്ത പോലെ യഹൂദന്മാരെ വിളിച്ചു, യഹൂദന്മാർക്ക് ഇതെല്ലാം കൊടുത്തു, അവർക്ക് കഴിയത്തില്ലെന്ന് കണ്ടപ്പോൾ ഓക്കെ അവരെ അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് എന്നാൽ ജാതികളെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയേക്കാം. അങ്ങനെയല്ല. ദൈവസഭയെന്നുള്ളത് ദൈവത്തിന്റെ ഒരു ആഫ്റ്റർ തോട്ട് അല്ലായിരുന്നു. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതായത് ഈ സുവിശേഷത്തിൽ വെളിപ്പെട്ടു വന്ന നീതി ദൈവം പണ്ട് തന്നെ നിശ്ചയിച്ച കാര്യമായിരുന്നു എന്ന് താൻ പറയുകയാ. ഒരു വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ, അത് നമ്മുടെ മനസ്സിലൊന്ന് കേറാൻ വേണ്ടിയിട്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്, വളരെ ക്വിക്കായിട്ട്. യെസ്. നോക്കുക, ഇവിടെ പൗലോസ്ലീഹ പറയുന്നത് ലോകസ്ഥാപനത്തിന്റെ മുൻപേ എന്ത് ചെയ്തു? ദൈവം ഇത് പ്ലാൻ ചെയ്തതാണെന്ന്. എനിക്കറിയാം ആ ദൈവത്തിന്റെ ആ പ്ലാനിനെ കുറിച്ചും പദ്ധതിയെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ വിവരിപ്പാൻ നമുക്ക് നേരമില്ല. എങ്കിലും ഇത്രയും മനസ്സിലാക്കുക, ദൈവത്തിന്റെ ഒരു ആഫ്റ്റർ തോട്ട് അല്ല ക്രൂശ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ദൈവം എന്ന് വരുന്നില്ലല്ലോ. കാരണം ദൈവം ഒരു കാര്യം ചെയ്തു, പിശാച് കയറി അതെല്ലാം അങ്ങ് വഷളാക്കിയപ്പോൾ ദൈവം വേറൊരു കാര്യം
ചെയ്യാൻ പോയി. അങ്ങനെയല്ല. അങ്ങനെയാണ് ദൈവം എന്ന് വരുന്നില്ല. സർവശക്തനാകുന്ന, സർവജ്ഞാനിയാകുന്ന, സർവവല്ലഭനാകുന്ന ആ ദൈവം ലോകം സ്ഥാപിക്കുന്നതിനും എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനും മുൻപേ, അല്ല, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് ഒരു പദ്ധതി ഒരുക്കിയിരുന്നു. അതുകൊണ്ടാണ് പഴയ നിയമ തിരുവെഴുത്തുകളെല്ലാം ഈ വീണ്ടെടുപ്പിന്റെ പദ്ധതിയെയാണ് വിവരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ഈ ദൈവനീതി ദൈവത്തിന്റെ ഒരു ആഫ്റ്റർ തോട്ട് അല്ല, പിന്നെയോ അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. The Old Testament scriptures reaffirm and ratify what I am telling you. അതാ പൗലോസ് പറയുന്നത്. ശ്രദ്ധിക്കണേ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, യേശുവും അപ്പോസ്തലന്മാരും ഒക്കെ പറഞ്ഞ സകല കാര്യത്തിനും, ഞാൻ പറഞ്ഞല്ലോ, യേശു എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നതെന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ താൻ കോൺട്രഡിക്റ്റ് ചെയ്യുകയല്ല, പിന്നെയോ ന്യായപ്രമാണത്തിന്റെ തെറ്റായ വ്യാഖ്യാനങ്ങളെ കോൺട്രഡിക്റ്റ് ചെയ്തിട്ട് ഇതാണ് ന്യായപ്രമാണമെന്ന് താൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ കർത്താവ് താൻ ദൈവമായിരിക്കെ, സാക്ഷാൽ ദൈവപുത്രനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പോഴും സകല കാര്യങ്ങളും താൻ അതിന് തെളിവ് തേടുന്നത് പഴയ നിയമത്തിലാ. എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, തിരുവെഴുത്ത് എന്തു പറയുന്നു? അപ്പോസ്തലന്മാരെല്ലാം അതാ ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, വേദപുസ്തകത്തിൽ വാക്യവും അധ്യായവും പറഞ്ഞ് ഇത് അതാണ് എന്ന് നിസ്സംശയം തെളിയിക്കപ്പെടാൻ കഴിയാത്ത ഒന്നിന്റെയും പുറകെ പോയി വഞ്ചിക്കപ്പെടരുത് ദൈവജനം. അതിനു വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഈ അടിസ്ഥാനപരമാകുന്ന വിഷയം പറഞ്ഞേച്ചു പറയുകയാണ്, ഇതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. സ്തോത്രം. മലയാളത്തിൽ വളരെ പ്രമുഖമാകുന്ന, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഉലകസ്ഥാപനം മുൻപ് ഉളവായൊരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാനുലകസ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ Praise the Lord. തിരുമുൻപിൽ വസിപ്പാൻ. യെസ്, ഹല്ലേലൂയ. അതെനിക്ക് പാടിയാൽ കൊള്ളാവുന്നുണ്ട്, സമയമില്ലല്ലോ, ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പോൾ ഇതൊരു ആഫ്റ്റർ തോട്ട് അല്ല, ദൈവം മുൻകണ്ടതാണ്. കാൽവറി ക്രൂശിലെ യേശുവിന്റെ ചൊരിയപ്പെട്ട രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വീണ്ടെടുക്കപ്പെട്ടവരായി ദൈവനീതിയുടെ ആ വലിയ നന്മ അനുഭവിക്കുന്നവരായി നാം കർത്താവിനോട് നിത്യയുഗം വാഴണമെന്നുള്ളത് പിന്നെ ചിന്തിച്ചുണ്ടാക്കിയ കാര്യമല്ല, ആദ്യമേ ചിന്തിച്ച് ഉണ്ടാക്കിയ വിഷയമാണിത്. അതുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും ഭാഗ്യവും ഉത്തരവാദിത്വവും വളരെ വലുതായിരിക്കുന്നത്. സ്തോത്രം. ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പോൾ ഇവിടെ ആ ദൈവനീതിയെക്കുറിച്ച് യേശുക്രിസ്തു മുഖാന്തരം വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കുന്ന ദൈവനീതിയെക്കുറിച്ച് താൻ പറയുക. എല്ലാവർക്കും, യഹൂദനാകട്ടെ യവനനാകട്ടെ. അതിന്റെ കാരണം എന്നാ?
അതിന്റെ കാരണമായിട്ട് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു, 23-ാമത്തെ വാക്യത്തിൽ, എന്തുകൊണ്ടാണ് ഇത് യഹൂദനും യവനനും വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും ഈ ദൈവനീതി ആവശ്യമാണ്? അതിന്റെ കാരണം എന്നാ? 23-ാം വാക്യം പറയുന്നു, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്താണ് പൗലോസ് ലീഹ ഇവിടെ പറയുന്നത്? അവിടെ പാപമെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്പമായിട്ട് ചിന്തിച്ചു. അതിനൊത്തിരി വിശദീകരണങ്ങളും നിർവചനങ്ങളുമുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ചിന്ത നമ്മൾ ചിന്തിച്ചു. അപ്പൊ ഇവിടെ താൻ പറയുകയാണ്, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവ തേജസ് എന്ന ആ പദം വാസ്തവത്തിൽ യവന ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഡോക്സ എന്ന പദമാണ്. ഡോക്സ എന്ന പദം പല നിലകളിൽ വ്യാഖ്യാനിപ്പാനായിട്ട് കഴിയും. നമ്മൾ കണ്ടു 2-ാമത്തെ അധ്യായം 7-ാം വാക്യത്തില് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക്. അപ്പോൾ തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് സീക്കിംഗ് പ്രൈസ് ഫ്രം മാൻ, ബട്ട് വി സീക്ക് ദ അപ്രൂവൽ ഓഫ് ഗാഡ് എന്ന അതിനർത്ഥമാണ്. എന്നാൽ ഇവിടെ ആ അർത്ഥം നിശ്ചയമായിട്ടുമുണ്ട്. കാരണം നമുക്ക് ദൈവസന്നിധാനത്തിലുള്ള സ്റ്റാൻഡിങ്, അപ്രൂവൽ ഇല്ലാതെയായി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിനേക്കാളും അല്പം കൂടെ ആഴമാകുന്ന, അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മളുമായിട്ട്, നമ്മുടെ അവസ്ഥയുമായിട്ട് ചേരുന്ന മറ്റൊരു വിഷയമാണ് പൗലോസ് ലീഹ അവിടെ പറയുന്നത്. ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താ? ദൈവ തേജസ്, ഞാൻ പറഞ്ഞല്ലോ, ആ പ്രത്യേക വേദഭാഗം നമ്മൾ മറ്റു പല വേദഭാഗവുമായിട്ട് ചേർത്ത് ചിന്തിച്ചാൽ ദൈവത്തിന്റെ അനുരൂപത, ദൈവത്തിന്റെ സാദൃശ്യം, ദൈവത്തിന്റെ പ്രതിമ, അത് പാപം മൂലം നമുക്ക് നഷ്ടമായെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല, അത് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ വ്യക്തമായിട്ട്, that all have sinned and fall short of the glory of God എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് അവിടെ വ്യാഖ്യാനിച്ചിരിക്കുക. അത് നിശ്ചയമായിട്ടും വളരെ ശരിയാണ്. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അധീനതയിൽ ജീവിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ അനുരൂപതയിൽ നിന്നും അകന്ന്, വളരെ അകന്ന് ദൈവത്തിന്റെ ശിക്ഷയ്ക്കും ദൈവത്തിന്റെ ന്യായവിധിക്കും കീഴിലാണ് അവർ ജീവിക്കുന്നതെന്നാണ് പൗലോസ് ലീഹ ഇവിടെ പറയുന്നത്. ഇത് മനസ്സിലാകാനായിട്ട് 1-2 വാക്യങ്ങൾ വായിച്ച് ഞാൻ മുൻപോട്ട് പോകട്ടെ. 1 കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. പുരുഷനെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ച് അവിടെ പറഞ്ഞേക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, ഒന്ന് വായിക്കാമോ? മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിമയാകുന്നു. Somebody read in English. He is the image and glory of God. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സാദൃശ്യത്തിൽ, തന്റെ സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെതാകുന്ന അനുരൂപതയിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതാണ് ഉൽപ്പത്തി പുസ്തകം 1:27 നമ്മൾ വായിക്കുന്നത്. ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ഈ സാദൃശ്യവും സ്വരൂപവും, ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അരൂപിയാകുന്ന ദൈവത്തിന് നമ്മെ പോലെ കൈയും കാലും കണ്ണും ഒക്കെ ഉണ്ടെന്നാണ്. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്, ദൈവത്തെ കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തുമില്ല, ദൈവത്തിനൊരു രൂപം ഇല്ല എന്ന് വ്യക്തമായും ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ടാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയാൻ കാരണം, നിങ്ങൾ അവിടെ രൂപമൊന്നും കണ്ടില്ലല്ലോ എന്നവരോട് പറയുന്നു.
ആത്മാവിന്റെ സവിശേഷത, ആത്മാവ്, ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവത്തിന് ഇങ്ങനെയുള്ള ഒരു രൂപമുണ്ടെന്നല്ല വേദപുസ്തകത്തിലെ ആ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ എന്തായിരുന്നു ദൈവത്തിന്റെ പ്രതിമയിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നമ്മളെ ദൈവം സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ നൽകിത്തന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തെ പോലെ സ്നേഹിക്കാൻ മനുഷ്യന് കഴിയും. ആ പാപമില്ലാത്ത അവസ്ഥയിൽ ദൈവത്തെ പോലെ സ്വയമായി ചിന്തിക്കുവാൻ കഴിയുന്ന, ഇച്ഛാശക്തിയുള്ള, വിൽ പവറുള്ള ഒരു സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് എന്ന വാക്ക് അത്ര ശരിയല്ല, എങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി, അവന്റെ ഭാഗതയം, അവന്റെ ഫ്യൂച്ചർ അവനു തന്നെ ചിന്തിക്കാൻ കഴിയുന്ന നിലയിൽ ദൈവം എന്ത് ചിന്തിക്കുന്നു അതുപോലെ തന്നെ ചിന്താശക്തിയും തീരുമാനശക്തിയും അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ദൈവം മനുഷ്യന് കൊടുത്തു. ദൈവത്തിന്റെ നീതി കൊടുത്തു, ദൈവത്തിന്റെ വിശുദ്ധി കൊടുത്തു, ദൈവത്തിന്റെ ആ ഏതൊക്കെ സ്വഭാവ സവിശേഷതകൾ മനുഷ്യനിൽ പകർന്നു വെക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ, ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ് എന്നുള്ള അടിസ്ഥാനപരമാകുന്ന ആ ഗുണങ്ങളൊഴികെ ഏതൊക്കെ മനുഷ്യന് തരാൻ കഴിയുമോ അതെല്ലാം മനുഷ്യന് തന്നു. ദൈവത്തിന്റെ സകലവിധമാകുന്ന ആ തേജസ്സും ദൈവം മനുഷ്യന് തന്നു. അത് തന്ന ആ മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ അനുരൂപതയെക്കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ എടുത്ത് വായിക്കുമ്പം നിങ്ങൾക്ക് എനിക്കറിയാം, ഞാനിത് വളരെ പെട്ടെന്ന് ഓടിച്ചു പോകുന്നത് കൊണ്ട് പല സംശയങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് പറഞ്ഞു പോകുകയാണ്. ദയവായിട്ട് ചില വാക്യങ്ങളൊന്ന് വായിക്കാം. എഫേസ്യർ 4:24, കൊലോസ്യർ 3:9-10 ഒന്ന് വായിച്ചേ പെട്ടെന്ന്. യെസ്, നോക്കിയേ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. അപ്പൊ അവിടെ ദൈവത്തിന്റെ അനുരൂപത എന്തോ പറഞ്ഞേക്കുന്നേ? സത്യം, നീതി, വിശുദ്ധി അല്ലേ? സത്യം, നീതി, വിശുദ്ധി, അതാണ് എന്ത്? ദൈവത്തിന്റെ അനുരൂപ. പിന്നെ കൊലോസ്യർ 3:9-10 ഒന്ന് വായിച്ചേ. യെസ്, ഉരിഞ്ഞു കളഞ്ഞു. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം, തന്നെ നമ്മളെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം വായിച്ചേ. യെസ്, പുതിയ മനുഷ്യനെ അപ്പൊ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പൊ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് അവിടെ പറയുന്നത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണേ, പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നെന്ന് പറഞ്ഞാൽ ദൈവം തന്നതാകുന്ന ഈ സവിശേഷ ഗുണങ്ങളെല്ലാം പാപം നിമിത്തം നമ്മൾ എന്ത് ചെയ്തു? കളഞ്ഞു, നശിപ്പിച്ചു, അതില്ലാതായി തീർന്നു. എന്നാൽ പാപം മൂലം ഇതാ സംഭവിച്ചതെങ്കിൽ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നടക്കുമ്പം അതിന്റെ നേരെ വിപരീതമാ സംഭവിക്കുന്നേ. മനസ്സിലായോ? പാപം നിമിത്തം നമുക്കറിയാം, ഒത്തിരി വിശദീകരണങ്ങളുണ്ട്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായത് നമ്മളെ ഉയർപ്പിച്ചു എന്ന് വേണ്ട ഒത്തിരി കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ദൈവതേജസ്സിനെ കുറിച്ചാണല്ലോ, ദൈവത്തിന്റെ അനുരൂപത. അപ്പൊ ദൈവത്തിന്റെ അനുരൂപത നമുക്ക് നഷ്ടമായി പാപം നിമിത്തം. എന്നാൽ പാപത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആ അനുരൂപത, നീതിയും വിശുദ്ധിയും എന്ന് വേണ്ട ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയ സ്ഥാനത്ത് ക്രിസ്തുവിൽ ഇതെല്ലാം നമുക്ക് തിരിച്ചു തരികയാ ചെയ്യുന്നത്. അപ്പൊ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ദാൻ സൈനിങ് എ കാർഡ്. It is more than you find yourselves in the church rolls. It is more than you give tithe. It is more than that.
വീണ്ടും ജനനമെന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ സഭയുടെ അംഗമായിരിക്കുന്നതിനേക്കാളും ഉപരിയാണ്. പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഉപരിയാണ്. ദൈവ തേജസ് നഷ്ടമായി പാപനിമിത്തം. എന്നാൽ വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് നമുക്ക് തിരികെ തരിക. അതുകൊണ്ടാണ് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിച്ചുകൊള്ളുവിൻ. അപ്പൊ ഇത്രയും എനിക്കറിയാം, എല്ലാം മനസ്സിലായില്ലെങ്കിലും കുറച്ചൊക്കെ മനസ്സിലായി. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതെനിക്ക് നമുക്ക് വളരെ ആശ്വാസം തരുന്നത്, വളരെ സന്തോഷം തരുന്നത്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. നമുക്ക് വളരെ സന്തോഷം തരും, നമ്മളെ സന്തോഷിപ്പിക്കുന്നതാ, നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാ. എന്നാൽ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം തന്നെ 8-ാം അധ്യായം അതിന്റെ 28-ഉം അതിനോട് ചേർന്ന് 29-ഉം വായിക്കണം. എന്നാൽ ദൈവത്തെ ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അത് വിശദമായിട്ട് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഇപ്പൊ ഒന്ന് വായിച്ചു വിട്ടേര്. സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പലപ്പോഴും ഈ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം ഈ ഭൂമിയിലെ ഒരു നന്മയെന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടാൻ പല സംഭവങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്നതിനെ കുറിച്ച് മാത്രമേ നമ്മൾ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ദൈവം അത് ചെയ്യും, ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിശ്ചയമായിട്ടും ദൈവം ചെയ്യും. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ നന്മയെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്, പ്രിയമുള്ളവരെ, എന്താണെന്ന് നമ്മൾ മനസ്സിലാകാൻ അതിന്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. പുത്രൻ ആദ്യജാതനാകേണ്ടതിന് നോയിക്കേ. അപ്പോൾ യേശു കർത്താവ് പിതാവാകുന്ന ദൈവത്തിന്റെ പുത്രനെ ഉള്ളായിരുന്നു. പുത്രൻ മാത്രമുള്ളപ്പം അനേകം പുത്രന്മാരും പുത്രിമാരും കൂടെ ഈ ദൈവഭവനത്തിലേക്ക് വന്നപ്പം പുത്രൻ ആരായി തീർന്നു? ആദ്യജാതനായി തീർന്നു. എന്നിട്ട് ആ ആദ്യജാതൻ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ആരുമാകണം ഈ പുത്രന്മാരും പുത്രിമാരും. നോക്കിയേ, ദൈവത്തിന്റെ തേജസ് നമുക്ക് നഷ്ടപ്പെട്ടു പാപം നിമിത്തം. എന്നാൽ തിരികെ ഈ ദൈവ തേജസ് നമുക്ക് തരുന്നതിന്റെ ഒന്നാം സ്റ്റെപ്പും പ്രാഥമികവും പ്രധാനപ്പെട്ടതുമാകുന്ന സ്റ്റെപ്പാണ് വീണ്ടും ജനനം. ആ വീണ്ടും ജനനത്തിലൂടെ ഒരു വലിയ നന്മയെ ലാക്കാക്കിക്കൊണ്ട് നമ്മൾ ഓടുകയാ. എങ്ങനെ? നമ്മുടെ പിതാവിനോടുള്ള സ്നേഹം അവിടുത്തെ ആത്മാവിനാൽ ഹൃദയങ്ങളിൽ തന്നേക്കുന്നത് കൊണ്ട് സകലത്തെക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് അവൻ ഈ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാ. ഭൂമിയിലുള്ള സകല കാര്യങ്ങളും ആത്യന്തികമാകുന്ന ആ നന്മയിലേക്ക് നമ്മെ നയിക്കുന്നതാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അല്ലാതെ ഈ ഭൂമിയിലെ താൽക്കാലിക സുഖങ്ങളെ കുറിച്ചോ താൽക്കാലിക വിഷയങ്ങളെ കുറിച്ചോ അല്ല ദൈവത്തിന്റെ വചനം പറയുന്നതെന്ന് നമ്മൾ ഗ്രഹിച്ചോണേ പ്രിയരെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മുന്നിൽ ഒരു നന്മ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വരുമ്പം ഈ മനസ്സിൽ ഓടി വരേണ്ടത് ഈ നശ്വരമാകുന്ന കാര്യങ്ങളല്ല കേട്ടോ. അതൊക്കെ അങ്ങ് മാറ്റിവെച്ചേക്കണം. അല്ല, ഏറ്റവും വലിയ നന്മയെന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രനോട് അനുരൂപപ്പെടുക എന്ന നന്മയാ നന്മ. അല്ലാതെ എന്നാ നന്മ?
അല്ലാതെ ഏതെങ്കിലും നന്മയുണ്ടോ? ദൈവകുമാരനോട് നമ്മൾ നമ്മൾ നഷ്ടമാക്കിയതാകുന്ന ആ ദൈവ തേജസ് നമുക്ക് തിരിച്ചു തരിക ആകട്ടെ. ഞാൻ അല്പം അവിടെ ആ വിഷയം ഒന്ന് വിശദീകരിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അപ്പൊ അങ്ങനെയെങ്കിൽ പാപം ചെയ്ത് എല്ലാവരും ദൈവ തേജസ് നഷ്ടമാക്കി എന്നുള്ള കാര്യം ഒന്നാമത് പൗലോസ് അവിടെ പറയുന്നു. രണ്ടാമത്, ദൈവത്തിന്റെ നീതിയോടുള്ള ബന്ധത്തിൽ ഇവിടെയാണ് 24-ാമത്തെ വാക്യം മുതലാണ് വാസ്തവത്തിൽ നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ച് പൗലോസ് പറയുവാനായിട്ട് തുടങ്ങുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പേ പറഞ്ഞു നീതി എന്ന് പറഞ്ഞാൽ എന്താ. ഇവിടെ ഈ നീതീകരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു കോടതി ഭാഷയാ പൗലോസ് ഉപയോഗിക്കുന്നത്. ജസ്റ്റിഫിക്കേഷൻ, ജസ്റ്റിഫൈ ചെയ്യുക. ജസ്റ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറ്റം വിധിക്കുന്നതിൻ്റെ നേരെ വിപരീതമാകുന്ന ഒരു പദമാണ്. ഈ രണ്ട് പദങ്ങളും, അല്ലെ, പ്രൊനൗൺസിങ് എ പേഴ്സൺ ഗിൽറ്റി, കണ്ടംഡ്, ആൻഡ് പ്രൊനൗൺസിങ് എ person or equating a person, these terms are used in a law court by a judge. ഒരു ന്യായാധിപതി ഒരു നീതിന്യായ കോടതിയിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. നീതീകരിക്കുക. പ്രിയമുള്ളവരെ, ദൈവം നീതീകരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ഈ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭയങ്കരമായി സന്തോഷത്താൽ നിറഞ്ഞിട്ട് ചില ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ആരും ഉത്തരം പറയുന്നില്ല. പറയുന്നത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. പിന്നെ താഴോട്ട് പറയുന്നുണ്ട് നീതീകരിക്കുന്നവൻ ദൈവം, ആരാ ശിക്ഷ വിധിക്കുന്നത്? അതിന് ഉത്തരമില്ല. പിന്നെ താഴോട്ട് വരുമ്പോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നത് ആരാ? അതിന് ഉത്തരമില്ല. എന്ന് വേണ്ട, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, നീതീകരണം എന്നുള്ളത് ദൈവം നമ്മെ കുറ്റ വിമുക്തരാക്കുന്നു എന്നത് മാത്രമല്ല. നമ്മളത് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നീതീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം നമ്മളോട് ക്ഷമിക്കുക എന്നത് മാത്രമല്ല അതിൻ്റെ അർത്ഥം. പാപം ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം നമ്മൾ ചെയ്തതാകുന്ന ഒരു പാപം നമ്മളോട് ക്ഷമിക്കുന്നു. എന്നാൽ നീതീകരണം എന്ന് അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു വേർഡ്. എന്നാൽ നീതീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപക്ഷമ മാത്രമല്ല, നീതിമാനാകുന്ന ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്ക് കയറി ചെല്ലാനുള്ള ഒരു പദവി ഇങ്ങോട്ടിങ്ങ് തരികയാണ്. നീതീകരിച്ച് നമ്മെ അങ്ങോട്ടങ്ങ് കയറ്റുക, അതാണ് നീതീകരണം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പല കാര്യങ്ങൾ. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഫേവർ, ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ളതാകുന്ന ആ കൂട്ടായ്മ ബന്ധം നമ്മളെ ശിക്ഷയിൽ നിന്ന് വിമുക്തരാക്കുന്നു എന്ന് മാത്രമല്ല, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം തരുന്ന പ്രോസസ്സാണ് നീതീകരണത്തിൽ കൂടെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഫൊർഗീവ്നെസ് അല്ല നീതീകരണം, പാപം ക്ഷമിക്കുന്ന, അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ വിശദമായിട്ട് ചിന്തിക്കും. അതുപോലെ തന്നെ വിശുദ്ധീകരണമല്ല നീതീകരണം. വിശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു ഓൺഗോയിങ് പ്രോസസ് ആണെങ്കിൽ, നീതീകരണം എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റിൽ നടക്കുന്ന ദൈവത്തിന്റെ പ്രൊനൗൺസ്മെന്റിൽ നമ്മളെ നീതീകരിക്കുകയാണ്. ഇങ്ങനെ ദൈവം നമ്മെ നീതീകരിക്കുന്നതിനെ കുറിച്ച് 3 അടിസ്ഥാന സത്യങ്ങൾ പൗലോസ് ലീഹ അവിടെ പറയുകയാണ്. ആ 3 അടിസ്ഥാന സത്യങ്ങൾ: ഒന്ന്, where is the source of justification? In other words, where justification originates. നീതീകരണത്തിന്റെ ഉറവിടം എന്താ? അത് പൗലോസ് അവിടെ പറയുന്നു. 2, എന്തിന്റെ അടിസ്ഥാനത്തിലാ ദൈവം നമ്മെ നീതീകരിക്കുന്നത്? അതിനെക്കുറിച്ച് താൻ പറയുന്നു.
മറന്നു പോകരുതേ, കാൽവറി ക്രൂസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ. ഒന്ന്, നീതീകരണത്തിന്റെ ഉറവിടം. രണ്ട്, ഓൺ വാട്ട് ബേസിസ്, ഓൺ വാട്ട് ഗ്രൗണ്ട് ഗോഡ് ക്യാൻ ജസ്റ്റിഫൈ അസ്, അതിനെക്കുറിച്ച് പറയുന്നു. മൂന്നാമത്, എങ്ങനെയാണ് ഈ നീതീകരണം നമ്മൾ കൈനീട്ടി ഇങ്ങോട്ട് മേടിക്കുന്നത്, അതിനെക്കുറിച്ചും പൗലോസ് പറയുന്നു. ഈ 3 കാര്യങ്ങളാണ് തുടർന്ന് നമ്മൾ ഞാനിത് പറയുന്നതേ ഉള്ളൂ, നമ്മൾ അടുത്ത ആഴ്ചകളിൽ അത് ചിന്തിക്കും. ഒന്ന്, ദ സോഴ്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. സെക്കൻഡ്ലി, ദ ഗ്രൗണ്ട് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. ആൻഡ് തേർഡ്ലി, ദ മീൻസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. നീതീകരണത്തിന്റെ ഉറവിടം, നീതീകരണത്തിന്റെ അടിസ്ഥാനം, നീതീകരണം നമ്മൾ പ്രാപിക്കുന്ന വിധമെന്ത്, ഈ കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. 24-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാകുന്ന ഒരു വിഷയം 24-ാമത്തെ വാക്യത്തിൽ, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. നമ്മൾ ഇവിടെ ഈ വിഷയം ഏറ്റവും അടിസ്ഥാനപരമാണ്. ദ സോഴ്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. ദൈവവും അവന്റെ കൃപയുമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവമക്കളാകാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തത് നമ്മളല്ല, ദൈവം ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കുന്നതൊക്കെ പറയാറുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല. കർത്താവ് ആദ്യം എന്റെ ഹൃദയം എടുക്കാൻ, അല്ലെ എന്നെ എടുക്കാൻ തീരുമാനിച്ചത് കൊണ്ടാ ഞാനൊരു ദൈവപൈതലായത്. ഫസ്റ്റ് ഇനിഷ്യേറ്റീവ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവന്റെ കൃപ, ദൈവമാണ്. കാരണം നമുക്ക് ആ ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഒക്കത്തില്ലല്ലോ. നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുകയാണ്. നമുക്ക് ആ സ്റ്റെപ്പ് എടുക്കാനൊക്കെയല്ല. അപ്പൊ ദൈവം തന്നെ എന്ത് ചെയ്തു? നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മെ തേടി നമ്മളായിരുന്ന ഇടത്തേക്ക് അവിടുന്ന് വന്നത് കൊണ്ട് നമ്മൾ ദൈവമക്കളായി തീർന്നു. എന്റെ പ്രിയരെ, തുടക്കം കൃപയാലാണെങ്കിൽ പിന്നെ ബാക്കി വരുന്നതെല്ലാം കൃപയാലാ. ഒന്നും നമ്മുടെ കഴിവിനാൽ അല്ലെന്നുള്ള സത്യം നമ്മൾ ഗ്രഹിക്കണം. It is because He has taken the first step that I find myself in the family of God. ദൈവം കരുണ ചെയ്തത് കൊണ്ടാ നമ്മൾ ദൈവമക്കളായത്. നമ്മൾ ഒരിക്കലും അത് മറന്നു പോകരുത്. നമുക്ക് ഒരിക്കലും അർഹിക്കാത്തതാകുന്ന ആ കൃപ ദൈവം നമുക്ക് തന്നു. അതിനെക്കുറിച്ച് ഒരു മനോഹരമാകുന്ന ഒരു റൈറ്റിംഗ്, ഞാനത് ഇംഗ്ലീഷിൽ അത് അങ്ങനെ തന്നെ അങ്ങ് എഴുതിയത് ഞാൻ വായിക്കാനായിട്ടാണ് ആഗ്രഹിക്കുകയാണ്. ആ ഒരു ലേഖകൻ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗ്രേസ് ഈസ് ഗാഡ് ലവിങ്, God stooping, God coming to the rescue, God giving Himself generously in and through Jesus Christ. Grace is God loving, God stooping, God coming to the rescue, God giving Himself generously in and through the Lord Jesus Christ. കൃപയെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹാസ്നേഹമാണ്. കൃപയെന്ന് പറഞ്ഞാൽ ദൈവം തന്നെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുന്നതാണ്. കൃപയെന്ന് പറഞ്ഞാൽ ദൈവം തന്നെ രക്ഷിക്കാനായിട്ട് വരുന്നതാ. കൃപയെന്ന് പറഞ്ഞാൽ ദൈവം തന്നെ മുഴുവനായും യേശുക്രിസ്തുവിലൂടെ നമുക്ക് വേണ്ടി തരുന്നതാണ് ദൈവകൃപ. God's grace, the first
സ്റ്റെപ്പ് is God's. ദൈവം അത് ഇനിഷ്യേറ്റീവ് എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളാരും ദൈവമക്കളാകത്തില്ലായിരുന്നെന്നുള്ള കാര്യം നമ്മൾ ഗ്രഹിക്കണം. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മൾ സുവിശേഷം കേൾക്കുവാൻ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളർത്തപ്പെടാൻ, ദൈവവചനം കേൾക്കാനുള്ളൊരു ഭാഗ്യം, സുവിശേഷം കേട്ട് അതിനോട് പോസിറ്റീവ്ലി റെസ്പോണ്ട് ചെയ്യാനൊരു ഭാഗ്യം. അയ്യോ, ദൈവത്തിന്റെ കരുണ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ദൈവമക്കളാകെയില്ലായിരുന്നു. അതുകൊണ്ടാണ് പഴയകാലത്ത് പാടിയ പാട്ടുകളൊക്കെ, അന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ അയ്യോ ഞാൻ ചെന്നേ വൻ നരകമതിൽ, എന്നോട് നീ കരുണ ചെയ്തു, സുവിശേഷം കേട്ട് അതിൽ വിശ്വസിച്ച് ഞാൻ ദൈവ പൈതലാകുന്നതുവരെ ഈ ഭൂമിയിൽ എന്നെ ജീവനോടെ ശേഷിപ്പിച്ചല്ലോ എന്നോർക്കുമ്പം തന്നെ നമ്മൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിന്റെ കൃപ. അപ്പോൾ ആ രക്ഷയുടെ അല്ലെങ്കിൽ നീതീകരണത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ദൈവത്തിങ്കിൽ നിന്ന്, അവിടുന്ന് സകലം ചെയ്തത്. രണ്ടാമതായിട്ട് ഈ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ഇനിഷ്യേറ്റീവുമാണ് നമ്മെ നീതീകരിക്കുക എന്നുള്ളത്. എന്നാൽ എങ്ങനെയാണ് ദൈവം പാപികളെ സൗജന്യമായിട്ട് നീതീകരിക്കാൻ ദൈവത്തിന് കഴിയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് പാപികളെ അവരുടെ പാപത്തെ സന്ധി ചെയ്യാതെയും അല്ലെങ്കിൽ അവരുടെ പാപത്തെ ന്യായീകരിക്കാതെയും തന്റെ സ്വഭാവത്തെ സന്ധി ചെയ്യാതെയും പാപികളെ നീതീകരിക്കാൻ ദൈവത്തിന് എങ്ങനെ കഴിയും? How can a just and holy God justify sinners without compromising his nature and condoning their unrighteousness and sinfulness? അവരുടെ അഭക്തിയും അനീതിയും പാപവും അതിനെ കണ്ടോൺ ചെയ്യാതെ, അതിനെ അംഗീകരിക്കുന്നു എന്ന് പറയാതെ, തന്റെ സ്വഭാവത്തെ അതിന് മാറ്റം വരാത്ത നിലയിൽ ഈ ദൈവത്തിന് എങ്ങനെ എന്നെ നിങ്ങളെ നീതീകരിക്കാൻ കഴിയും? അതിന്റെ ഉത്തരം നമ്മളിവിടെ വായിക്കുന്നു. ഒരുത്തരമേ ഉള്ളൂ, ദ ക്രോസ്. യേശുവിന്റെ ക്രൂശാണ് അതിന്റെ ഉത്തരം. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റാർട്ട്ലിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്, അക്കോർഡിംഗ് ടു മീ, ഈസ് ദിസ്. Just look at that verse, chapter 4 of Romans and verse 5. Somebody read in English first and then somebody read in Malayalam, please. Pettannu nammal quick and I'll be through. Oh, who justifies the wicked? God who justifies the wicked. അഭക്തനെ, മലയാളത്തിൽ അഭക്തനെ, അനീതിയുള്ളവനെ, ദുഷ്ടനെ നീതീകരിക്കുന്ന ദൈവം. This is such a startling and staggering statement. The more you think about God's holiness, the more staggering the truth becomes. ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കും തോറും ഇത് ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റാ. അഭക്തനെ നീതീകരിക്കുന്നവനാകുന്ന ദൈവം. എങ്ങനെയാ ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയുന്നത്? കാരണം പഴയ നിയമ തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നത്, പ്രത്യേകിച്ച് ന്യായാധിപന്മാരെ ഇസ്രയേലിൽ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കൈക്കൂലി മേടിച്ചേച്ച് കുറ്റമില്ലാത്തവനെ കുറ്റക്കാരനാക്കുകയും കുറ്റമുള്ളവനെ വെറുതെ വിടുകയും ചെയ്യരുത്. കുറ്റം ചെയ്യുന്നവനെ നിങ്ങൾ ശിക്ഷിക്കണം, എന്നാൽ കുറ്റമില്ലാത്തവനെ വെറുതെ വിടണം. ഇത് തന്നെയാ കർത്താവ് പറയുന്നത്. ഒരു വാക്യം ഒന്ന് വായിച്ചേ, സമയം ഇല്ലെങ്കിലും ഒന്ന് വായിച്ചേ. ആവർത്തനം 25:1. മറ്റൊരാള് പുറപ്പാട് 23:7. ആ ആ ആ ആ
കുറ്റക്കാരനെ കുറ്റം വിധിക്കണം, ദൈവം പറയുന്ന കാര്യമാണ്. പിന്നെ വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്. സഹൃസ്യർ വാക്യങ്ങൾ 17:15, യെശയ്യാ 5:23, ഈ വാക്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പുറപ്പാട് പുസ്തകം 23:7 ഒന്ന് വായിച്ചേ. ഞാൻ എന്ത് ചെയ്യുകയില്ല? ദുഷ്ടനെ നീതീകരിക്കത്തില്ല. അപ്പൊ ദൈവത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് എന്ത്? ദുഷ്ടനെ അവൻ നീതീകരിക്കത്തില്ലെന്ന്. എന്നാൽ ഇവിടെ പൗലോസ് പറയുക ദുഷ്ടനെ നീതീകരിക്കുന്ന ദൈവം. ഇത് തമ്മിൽ എങ്ങനെയാ ഒക്കുന്നേ? പ്രിയമുള്ളവരെ, ഞാനത് ധ്യാനിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്നാൽ എന്തുകൊണ്ട് അഭക്തനെ നീതീകരിക്കാൻ ദൈവത്തിന് കഴിയും? റോമർ 5:6 ഒന്ന് വായിച്ചേ. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. വിക്കടായിട്ടുള്ളവന് വേണ്ടി, ദുഷ്ടന് വേണ്ടി, അഭക്തന് വേണ്ടി ആര് മരിച്ചു? ക്രിസ്തു മരിച്ചു. അപ്പൊ കാൽവറി ക്രൂശ് എന്ന് പറയുന്നത് എന്തിനാ? അഭക്തനെ, ദുഷ്ടനെ, കുറ്റമുള്ളവനെ നീതീകരിച്ച് അവന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശനം തരാൻ കാൽവറി ക്രൂശിൽ ദൈവം തന്നെ നമുക്ക് വേണ്ടി ഒട്ടും പുറകിൽ വെക്കാതെ, ഒട്ടും റിസർവേഷൻ ഇല്ലാതെ മുഴുവനായിട്ടിങ്ങ് തരികയായിരുന്നു. കാൽവറി ക്രൂശാണ് ഉത്തരം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമ്മൾ അത് അടുത്ത ആഴ്ചയിൽ അതിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചിന്തിക്കും. പൗലോസ് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 എക്സ്പ്രഷൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. 1, വീണ്ടെടുപ്പ്, റിഡംഷൻ. 24-ാം വാക്യം, God justified us through the redemption through the Lord Jesus Christ. അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ God presented him as a sacrifice of atonement. അവനെ ഒരു പ്രായശ്ചിത്തയാഗമാക്കി, propitiation, പ്രായശ്ചിത്തമാക്കി. 3, in this God did demonstrate his justice. അവന്റെ നീതിയെ പ്രദർശിപ്പിച്ചു. 3 വാക്കുകൾ നമ്മൾ അടുത്ത ആഴ്ചയിൽ ചിന്തിക്കും. 1, വീണ്ടെടുപ്പ്. 2, പ്രായശ്ചിത്തം. 3, പുത്രനിൽ കൂടെ പ്രദർശിപ്പിച്ച ദൈവനീതി. എന്റെ പ്രിയരെ, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ സമയം വളരെ പോയി. വളരെ ഹെവി സ്റ്റഫ്. We had a lot of heavy stuff. I said it is not something that we haven't seen so far, but it is such a plain and profound truth that God who justifies the wicked. നമ്മെ അഭക്തനെ, പാപിയെ, ദുഷ്ടനെ, നീതിയില്ലാത്തവനെ നീതീകരിക്കുന്ന വേറെ ഏതൊരു സിസ്റ്റം ഓഫ് റിലീജിയനാണ്? In fact, Christianity is not a religion, it is a relationship. വേറെ ഏത് സിസ്റ്റത്തിലാണ് അതുള്ളത്? എല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ മൂലം നേടാൻ കഴിയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇതാ കാൽവറി ക്രൂശിൽ തന്റെ പുത്രൻ മുഖാന്തരം എല്ലാം തന്നു. ഇന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിൽ നീതീകരിക്കപ്പെട്ടവരായി പിതാവിന്റെ സാന്നിധ്യത്തിൽ അബ്ബാ പിതാവേ എന്ന് ധൈര്യത്തോടെ വിളിച്ചുകൊണ്ട് കൃപയ്ക്കായിട്ട് അടുത്തു വരാനുള്ള പദവി യേശുവിന്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തിയത് കൊണ്ട് ദൈവം നമ്മോട് കരുണ ചെയ്തല്ലോ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം വിലപ്പെട്ടവരാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവം താൻ സ്വന്തം രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തെങ്കിൽ, എൻ്റെ പ്രിയരെ, തന്നെ തരാൻ മടിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കരുതോ? നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാമെന്നൊന്ന് തീരുമാനിച്ചു കൊടുക്കുക, ഒന്ന് ചിന്തിച്ചുകൂടെ? എൻ്റെ പൊന്നു കർത്താവെ, നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് നിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് നമ്മളെ ഒന്ന് സമർപ്പിക്കാൻ നമുക്ക് കഴിയുമോ ഈ രാത്രി സമയം? അത് നമ്മുടെ ആഗ്രഹമാകട്ടെ, നമ്മുടെ തീരുമാനമാകട്ടെ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.